ക്ലിഫ് ഹൗസ് ഉൾപ്പെടെ കേരളത്തിലെ ഔദ്യോഗിക വസതികൾ പലതും പരിതാപകരമായ അവസ്ഥയിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഷർട്ടും മുണ്ടും ഇസ്തിരിയിട്ട് വെച്ചാൽ അതിൽ മരപ്പട്ടി മൂത്രമൊഴിക്കും. കിടപ്പൂരിൽ ഒരു ഗ്ലാസ് വെള്ളം തുറന്നു വയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന ചില ഗസ്റ്റ് ഹൗസുകളെ ഇപ്പോൾ ദയാവധത്തിന് വിട്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ വക കെട്ടിടങ്ങൾ സംരക്ഷിക്കാൻ പണം ചെലവഴിക്കുന്നത് ദുർവ്യയമല്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സകല സൗകര്യങ്ങളോടും കൂടി താമസിക്കുന്നവരാണ് മന്ത്രിമാർ എന്നാണല്ലോ സാധാരണ ജനങ്ങളൊക്കെ കണക്കാക്കുന്നത്. അപ്പോൾ ആ മന്ത്രിമാർ താമസിക്കുന്ന ചില വീടുകളുടെ അവസ്ഥ നോക്കണം എന്താണെന്ന്. നിങ്ങൾ രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഇസ്ത്രീട്ടൊക്കെ വെക്കുമല്ലോ, അങ്ങനെ വെച്ചു വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോണ്ടാവും അതിൻ്റെ നേരെ ഒരു വെള്ളം വരുന്നു. ഏതാ വെള്ളം? മരപ്പെട്ടി മൂത്രമൊഴിച്ചതാണ്. നിങ്ങൾക്ക് സ്വന്തം കിടപ്പുമുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം വിശ്വാസത്തിൽ ഇങ്ങനെ വെക്കാൻ പറ്റില്ല. അതെടുത്ത് കുടിക്കാൻ അടച്ചു തന്നെ വെച്ചിരിക്കണം. പിന്നെ എപ്പോഴാണ് ഈ സാധനം ഇതിനകത്ത് വീഴുക എന്നുള്ളത് സംശയിക്കേണ്ട അവസ്ഥയാണ്. കൂടുതൽ വിശദാംശങ്ങളും അപ്ഡേറ്റ്സുമായി അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, മുഖ്യമന്ത്രി പറഞ്ഞത് ഏതെങ്കിലും പ്രത്യേക ഗസ്റ്റ് ഹൗസുകളുടെ കാര്യമാണോ അതോ പൊതുവെയുള്ള ഗസ്റ്റ് ഹൗസുകളുടെ അവസ്ഥ ഇതാണെന്നാണോ മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്? മുഖ്യമന്ത്രി ഇത് പറഞ്ഞ വേദി ഞാൻ വിശദമാക്കാം. അത് IAS ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന സർക്കാർ പുതിയ പാർപ്പിട സമുച്ചയം, ഒരു ക്വാർട്ടേഴ്സ് സമുച്ചയം നിർമ്മിക്കുന്നുണ്ട് തിരുവനന്തപുരം ആക്കുളത്ത്. അതിൻ്റെ ശിലാസ്ഥാപനം ഇന്ന് ആക്കുളത്ത് മുഖ്യമന്ത്രി IAS ഉദ്യോഗസ്ഥരുടെയും ചീഫ് സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ നിർവഹിക്കുകയായിരുന്നു. അവിടെയാണ് അദ്ദേഹം ഈ പൊതുകെട്ടിടങ്ങൾ സംരക്ഷിക്കുന്നതിനെ പറ്റി, മന്ത്രിമന്ദിരങ്ങൾ ഒപ്പം ഗസ്റ്റ് ഹൗസുകളൊക്കെ സംരക്ഷിക്കുന്നതിനെ പറ്റിയുള്ള കാര്യം അദ്ദേഹം പരാമർശിച്ചത് അവിടെയാണ്. നേരത്തെ തന്നെയുള്ള പരാതിയാണ് സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥർക്ക് അവർക്ക് താമസിക്കാനൊരു സൗകര്യമില്ല എന്നുള്ളത്. ഈ IAS ക്വാർട്ടേഴ്സ് സംവിധാനം വരുന്നതോടുകൂടി ആ പരാതി പരിഹരിക്കപ്പെടും. സമാനമാണ് ജഡ്ജിമാർ ഉൾപ്പെടുന്ന ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ അവസ്ഥ. അവർക്ക് വാടക കെട്ടിടങ്ങൾ തേടിപ്പോകേണ്ട സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് മാത്രമല്ല, അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത് ഏറെ സൗകര്യങ്ങളോടുകൂടി താമസിക്കുന്നവരാണ് മന്ത്രിമാർ എന്നുള്ളതാണ് പൊതുവെയുള്ള വെപ്പ്. പൊതുജനങ്ങളുടെ വിശ്വാസം അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല. ഇസ്തിരിയിട്ട് വസ്ത്രം വെച്ച് കഴിഞ്ഞാൽ അതിൽ മരപ്പട്ടി മൂത്രമൊഴിക്കുന്ന സാഹചര്യമുണ്ട്. കിടപ്പുമുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചാൽ അതിലും ഈ സാധനം വന്ന് വീഴുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. താൻ പറഞ്ഞത് മറ്റാരുടെയും അനുഭവമല്ല, കേട്ട അനുഭവമല്ല, ക്ലിഫ് ഹൗസിലെ അനുഭവമാണ്, തൻ്റെ അനുഭവമാണ് താൻ പറഞ്ഞതെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അദ്ദേഹം വിരൽ ചൂണ്ടിയ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇത്തരം മന്ത്രിമന്ദിരങ്ങൾ, പൊതു കെട്ടിടങ്ങൾ, ഗസ്റ്റ് ഹൗസുകൾ ഇവ കാലാകാലങ്ങൾ വേണ്ട കൃത്യമായ മെയിൻ്റനൻസ് ഇല്ലാതെ നശിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യം. അതിൽ പ്രധാനമായി ഗസ്റ്റ് ഹൗസുകൾ, പ്രധാനമായി സംസ്ഥാനത്തെ അഭിമാനമായി ഉയർത്തിക്കാട്ടുന്ന കൊല്ലം ഗസ്റ്റ് ഹൗസും ആലുവ ഗസ്റ്റ് ഹൗസും സമാനമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം. ആ IAS ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം പറഞ്ഞത് ഈ കെട്ടിടങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഇത്തരം മന്ദിരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടൽ IAS ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിനായി സമിതിയെ നിയോഗിക്കണമെങ്കിൽ സമിതിയെ നിയോഗിക്കണം. കൃത്യമായ പരിശോധന ഉണ്ടാകണം. അതിനായി തുക ചിലവഴിക്കണമെങ്കിൽ ആ തുക മാറ്റിവെക്കണം. അത് ദുർവ്യയമായി കാണണ്ട. അതുമായി ബന്ധപ്പെട്ട് എന്ത് വിവാദം വന്നാലും ആ വിവാദം കാര്യമാക്കണ്ട. കാരണം അത് പൊതുമുതലാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെ അത് സംരക്ഷിക്കേണ്ട ഇടപെടൽ നടത്തണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. ഓക്കെ, താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. എന്തായാലും ഗസ്റ്റ് ഹൗസുകളിൽ മരപ്പട്ടിയുടെയും ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുക തന്നെ വേണം, പരിഹാരം ഉണ്ടാക്കുകയും വേണം. കാര്യം എത്രയോ ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇതൊരു കാലത്ത് കേരളത്തിൽ നല്ല ഗസ്റ്റ് ഹൗസുകൾ പണിഞ്ഞിട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.